ഡിയർ LDC ആസ്പിറൻസ്, ഇന്നലെ ഞാൻ ഫയർമാൻ പരീക്ഷയുടെ ഒരു SLC +2 ലെവൽ പരീക്ഷയുടെ സോൾവ് പരീക്ഷയ്ക്ക് നിങ്ങളുടെ പരീക്ഷ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. ഇന്ന് അതേപോലെ തന്നെ വരുന്ന 2024 LDCക്ക് ബേസ് ചെയ്തുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 15ഓളം ഇംഗ്ലീഷ് ക്വസ്റ്റ്യനാണ് അതിലുള്ളത്. 15 എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് നിങ്ങൾ നോക്കുക. അതോടൊപ്പം തന്നെ അനുബന്ധ കാര്യങ്ങളും ഇതോടൊപ്പം പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. തിരുവനന്തപുരം കഴിഞ്ഞ LDC പരീക്ഷയുടെ ഇംഗ്ലീഷ് ഭാഗത്തുള്ള സോൾവ്ഡ് ക്വസ്റ്റ്യനാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൽ 15 ചോദ്യമാണുള്ളത്. അത് ഒന്നാമത്തെ ചോദ്യം, ഐ ആം ഫെമിലിയർ വിത്ത് ഡാഷ് ദിസ് ലൊക്കാലിറ്റി. ഇത് സിമ്പിളാണ്. നമുക്കറിയാം ചില പ്രിപ്പോസിഷൻ ചില പ്രത്യേക വാക്കിൻ്റെ കൂടെ മാത്രം നിർബന്ധമായും വരുന്ന ചില പ്രിപ്പോസിഷനാണ്. അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഐ ആം ഫെമിലിയർ വിത്ത് ദിസ് ലൊക്കാലിറ്റി, ഞാൻ ഈ പ്രദേശവുമായി പരിചയമുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഐ ആം ഫെമിലിയർ വിത്ത് ദിസ് ലൊക്കാലിറ്റി എന്ന് വരുന്നത്. ഇത്തരമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ പല ടെക്സ്റ്റിലും പല ഗൈഡിലും നോട്ട്ബുക്കിലും ഒക്കെ കാണുന്ന സ്റ്റഡി മെറ്റീരിയൽസൊക്കെ കാണുന്ന ധാരാളം ഇത്തരത്തിലുള്ള വേർഡുകൾ വരുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് നിങ്ങൾ പരീക്ഷയ്ക്ക് ഒന്ന് നിർബന്ധമായും കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഇൻട്രസ്റ്റഡ് ഇൻ എന്ന് വരുന്നു. അതോടൊപ്പം ക്യൂരിയസ് എബൌട്ട് എന്ന് കാണാം ചിലപ്പോൾ. അതുപോലെ തന്നെ കേപ്പബിൾ വന്നാൽ കേപ്പബിൾ ഓഫ്. അതേപോലെ തന്നെ കോൺഫിഡൻറ്റ് ഇൻ, അതേപോലെ തന്നെ പ്രൗഡ് ഓഫ്. അങ്ങനെ വരുന്ന കൂട്ടം വാക്കുകൾ നിങ്ങൾ പരീക്ഷയ്ക്ക് നിർബന്ധമായും പഠിക്കണം. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിഷ്ണു ഈസ് ഡാഷ് ബോയ് ഇൻ ദ ക്ലാസ്. ഇത് ഉത്തരം ബി ആണ്. വിഷ്ണു ഈസ് ദി ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ഈ ഗ്രാമർ എലിമെൻ്റ് ചോദിച്ചിരിക്കുന്നത് ഈ പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നുള്ള സെൻറ്റൻസിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പഠിക്കുമ്പോഴാണ് ഈ ഭാഗം വരുന്നത്. പോസിറ്റീവ് ഡിഗ്രി നമുക്കറിയാം, ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഒന്നിനോടും താരതമ്യം ചെയ്യാത്ത അവസ്ഥ പറയാണ്. പോസിറ്റീവ് ഡിഗ്രി ഡിഗ്രി കാണിക്കുന്ന വേർഡ് നിങ്ങൾ നോക്കണം. ഉദാഹരണം ടോൾ, ടോളർ, ടോളസ്റ്റ്, സ്മോൾ, സ്മോളസ്റ്റ് എന്ന് വരുന്നത് പോലെ ഇപ്പോൾ ക്ലാസ്സിൽ മൊത്തത്തിൽ എല്ലാ കുട്ടികളോടും കൂടി കുട്ടികളെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന കുട്ടി എന്ന് ക്ലാസ്സിലെ കുട്ടികളെ ചേർത്ത് പറയുമ്പോൾ ടോളസ്റ്റ് ബോയ്, വിഷ്ണു ഇസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദി, ഏറ്റവും ഹയസ്റ്റായ ഹൈറ്റ് കൂടുതലുള്ള കുട്ടിയാണ് ഈ ബോയ് ആണ് വിഷ്ണു എന്നാണ് ഇവിടെ അർത്ഥം കിട്ടേണ്ടത്. ഇപ്പോൾ ടോൾ ബോയ് എന്ന് പറയുന്നത് വിഷ്ണു ടോൾ ബോയ് ഇൻ ദ ക്ലാസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി ജസ്റ്റ് കാര്യം പറയുകയാണ്. പിന്നെ ടോളർ ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് ടോളർ ദാൻ രശ്മി എന്നൊക്കെ പറയുമ്പോഴാണ് ടോളർ വരിക. അപ്പോൾ ഇത് മറ്റൊന്നും സംശയിക്കേണ്ട, ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് നിന്ന് ഉത്തരം കിട്ടുന്ന സിമ്പിൾ ചോദ്യമാണിത്. പിന്നീട് വരുന്നത് ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ്. മൂന്നാമത്തെ ചോദ്യം, ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് ഈസ് ആൻ ഡാഷ് സെൻറ്റൻസ്. നമുക്കറിയാം സെൻറ്റൻസ് ടൈപ്പിൽ അഫർമേറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യമുണ്ട്. അതായത് സെൻറ്റൻസ് ടൈപ്സ് ഉണ്ട്. അതായത് ഓരോന്നും ഏത് രീതിയിലാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്ററോഗേറ്റീവ്, ഇമ്പറേറ്റീവ്, എക്സ്ക്ലമേറ്റീവ് സെൻറ്റൻസ്. മെയിനായിട്ടും 4 ടൈപ്പാണ് ഉള്ളത്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് നമുക്കറിയാം ടു മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഇൻഫർമേഷൻ ആണ് ഡിക്ലറേഷൻ. പ്രസ്താവന രൂപത്തിലുള്ള വാക്യമാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. അതായത് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് പോലുള്ള സെൻറ്റൻസ്. ഇവിടെ ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് വരുന്നത് ഉത്തരം ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റ് അനുബന്ധ കാര്യത്തിലേക്ക് പറയാം. അത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. വാട്ട് ഈസ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്? ഇമ്പറേറ്റീവ് സെൻറ്റൻസ് മീൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗിവ് എ കമാൻഡ് ഓർ മേക്ക് എ റിക്വസ്റ്റ്. കമാൻഡ് ഓർ മേക്ക് എ റിക്വസ്റ്റ്, ഒരു കമാൻഡ് പറയാനോ അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണോ ഈ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ക്ലോസ് ദ ഡോർ ക്വയറ്റ്ലി എന്ന് പറയുന്നത്. അതുപോലത്തെ ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് ഇവിടെ റിക്വസ്റ്റായിട്ട് എടുക്കാം, കമാൻഡായിട്ട് എടുക്കാം തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് ഇത് വന്നത്. എഫർമേറ്റീവ് സെൻറ്റൻസ് സമ്മതവാക്യം എന്ന് പറയുന്നതാണ്. നെഗറ്റീവ് സെൻറ്റൻസ് ഇവിടെ ഈ ഗ്രൂപ്പിൽ വരില്ല. പിന്നെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്
ഈ ചോദ്യത്തെക്കുറിച്ച് കാണിക്കുകയാണ്. ഇൻറ്ററോഗേറ്റീവ് സെൻസ് ഡിഡ് യു ഫിനിഷ് യുവർ ഹോം വർക്ക്, അവിടെ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വരണം, നിങ്ങൾ മാത്രമേ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആവുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് സെൻറ്റൻസ് ടൈപ്സ് പഠിക്കുക, ഓരോന്നിനും ഓരോ എക്സാമ്പിൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കത് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നാലാമത്തെ ചോദ്യമായി വരുന്നത് നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. സാധാരണ പോസിറ്റീവ് സെൻറ്റൻസിന് നെഗറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് സെൻറ്റൻസിന് പോസിറ്റീവ് ക്വസ്റ്റ്യനാണ് ഉണ്ടാകുക, ടാഗാണ് ഉണ്ടാവുക. ഇവിടെ നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നത്തിങ് അവനെക്കുറിച്ച് ഒന്നും ആർക്കും അറിയില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. നത്തിങ് എന്ന നെഗറ്റീവ് വേർഡ് കാണിക്കുന്ന സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് ഉത്തരം വാസ് ഇറ്റ് എന്നാണ് വരിക. പാസ്റ്റ് ടെൻസിലാണ് വാസ് വന്നത്, അതുകൊണ്ട് വാസ് ഇറ്റ് വരും. ഇതുപോലെ മറ്റ് ഒന്നോ രണ്ടോ എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരമുള്ള പ്രയോഗം മനസ്സിലാകും. ഈ വേർഡ് നെഗറ്റീവിൽ കാണിക്കുന്ന ചില വേർഡ്സ് ഉണ്ട്. ഉദാഹരണത്തിന് നോ വൺ നോസ് ദ ആൻസർ. നോ വൺ നോസ് ദ ആൻസർ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ഡു ദേ എന്നായിരിക്കും. അതുപോലെ തന്നെ ദർ ഈസ് നൺ ലെഫ്റ്റ്. ദർ ഈസ് നൺ ലെഫ്റ്റ് എന്നുള്ളത് ഉത്തരം ഈസ് ദർ ആണ്. നൺ എന്നുള്ളത് നെഗറ്റീവ് കാണിക്കുന്നതുകൊണ്ട് അവിടെ ഉത്തരം ഈസ് ദർ എന്ന് വരുന്നു. അതുപോലെ തന്നെ ഷീ ക്യാൻ ഹാർഡ്ലി ബിലീവ് ഇറ്റ്. ഹാർഡ്ലി എന്നുള്ളത് നെഗറ്റീവിനെ കാണിക്കുന്ന വേർഡാണ്. അതുകൊണ്ട് തന്നെ ക്യാൻ ഷീ എന്നാണ് ടാഗ് വരിക. ഇവിടെ നെഗറ്റീവിനൊക്കെ നത്തിങ് വാസ് നോൺ അബൌട്ട് ഹീം എന്ന് വന്നുകൊണ്ട് വാസ് ഇറ്റ് എന്ന് ഉത്തരം കൊടുക്കാം. അതുപോലെ തന്നെ അഞ്ചാമത്തെ ചോദ്യമായി നമ്മുടെ മുമ്പിൽ വരുന്നത് ഹീസ് ഡാഷ് ഓണസ്റ്റ് മാൻ. അത് സിമ്പിളാണ്. ഓക്സിലറി അതുപോലെ തന്നെ വവൽ സൗണ്ടിൻ്റെ മുൻപിൽ വരുന്നത് ആൻ ഓണസ്റ്റ് മാൻ എന്നുള്ളത് ആയതുകൊണ്ട് തന്നെ ഹീസ് ആൻ ഓണസ്റ്റ് മാൻ, ബി എന്നുള്ളതാണ് ആൻസർ. അത് സിമ്പിൾ ചോദ്യമാണ്. യു ക്യാൻ ട്രസ്റ്റ് ഹർ, ഷീ ഡാഷ് നോട്ട് ചീറ്റ് യു. ഇവിടെ ഷീ വിൽ എന്നാണ് ഉത്തരം വരുന്നത്. യു ക്യാൻ ട്രസ്റ്റ് ഹർ, ഷീ വിൽ നോട്ട് ചീറ്റ് യു എന്നാണ് ഉത്തരം വരിക. മറ്റ് വുഡ് പാസ്റ്റ് ടെൻസ് കാണിക്കുന്നതുകൊണ്ട് വുഡ് വരില്ല. കുഡും പാസ്റ്റ് ടെൻസ് കാണിക്കുന്നുണ്ട്. ഓട്ട് ഡ്യൂട്ടി പറഞ്ഞത് ഓട്ട് ടു ഒബേ, ഓട്ട് ടു ടേക്ക് ദി എക്സാമിനേഷൻ, ഓട്ട് ടു റൈറ്റ് ദി എക്സാമിനേഷൻ വരുന്ന പ്രയോഗത്താണ് അവിടെ വരുന്നത്. പിന്നെ മറ്റ് ഒരു സഹായക്രിയാണ്. അപ്പോൾ ഇവിടെ ചേരുന്നത് വിൽ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ യു ക്യാൻ ട്രസ്റ്റ് ഹർ, ഷീ വിൽ നോട്ട് ചീറ്റ് യു എന്ന് ഉത്തരം വരാം. അതുപോലെ തന്നെ ഏഴാമത്തെ ചോദ്യം വി ഡാഷ് ഈച്ച് അതർ ഫോർ 5 years. ഉത്തരം ന്യൂ, നോൺ, നോസ്, ഹാവ് നോൺ. ഇവിടെ വരുന്നത് ഹാവ് നോൺ എന്നുള്ളതാണ്. വി ഹാവ് നോൺ ഈച്ച് അതർ ഫോർ 5 years. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ സെൻറ്റൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ സെൻറ്റൻസ് വരുമ്പോൾ തന്നെ ഹാവിൻ്റെ പ്രയോഗം വരുന്നു. അത് നമുക്കറിയാം. ഒരു ടൈം ലിമിറ്റേഷൻ, ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ലൈക്ക് ഫോർ 5 years എന്നുള്ളത് കാണിക്കുന്നത് ഇറ്റ് ഈസ് എ കോമൺ ഫീച്ചർ ഓഫ് ദി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. സോ വി ഹാവ് നോൺ ഈച്ച് അതർ ഫോർ 5 years എന്ന് നമുക്ക് പറയാം. ഷീ സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ്. ഉത്തരം ഷീ വുഡ് ഹാവ് സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡാണ്. അതായത് ഈ കണ്ടീഷൻ ക്ലോസിലെ മൂന്നാമത്തെ രീതി ഇമ്പോസിബിൾ കണ്ടീഷനിൽ വരുന്ന പ്രയോഗമാണ്. നമുക്കറിയാം ഇതിന് സിമ്പിളായിട്ട് 3 ക്ലോസ് ആയിട്ട് വരുന്നത്. ഉദാഹരണത്തിന് ഷീ വിൽ സക്സീഡ് ഇഫ് ഷീ വർക്ക്സ് ഹാർഡ്. ഷീ വുഡ് സക്സീഡ് ഇഫ് ഷീ വർക്ക്ഡ് ഹാർഡ്. അങ്ങനെ മറ്റ് ടൈപ്പിൽ നിങ്ങൾ വരുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ ഇവിടെ മൂന്നാമത്തെ ടൈപ്പിൽ ഇമ്പോസിബിൾ കണ്ടീഷൻ സെൻറ്റൻസ് ആണ്. ഷീ വുഡ് ഹാവ് സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ്. അപ്പോൾ വുഡ് ഹാവിൻ്റെ പ്രയോഗം, വുഡ് ഹാവ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരുന്ന പ്രയോഗം നമുക്ക് ചേർക്കാം. മറ്റ് കാണുന്ന ഭാഗം അതിൻ്റെ ക്ലോസിൻ്റെ മറ്റ് ഭാഗം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള യൂസേജാണ് വരിക. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ് എന്ന് കണ്ടതുകൊണ്ട് തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ വരുന്ന കണ്ടീഷൻ വരുന്നത് ഷീ വുഡ് ഹാവ് സക്സീഡഡ് എന്നാണ്. അവൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാകുമായിരുന്നെങ്കിൽ
വിജയിച്ചിട്ടുണ്ടാകുമായിരുന്നു എന്നുള്ള ഇമ്പോസിബിൾ കണ്ടീഷൻ്റെ ഒരു സെൻറ്റൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് 8ാമത്തെ ചോദ്യം. നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ചോദ്യമാണ്. അതിൽ ദ മാച്ച് ഡാഷ് ബൈ ദർ ടീം. ദ മാച്ച് ഹാസ് ബീൻ വൺ ബൈ ദർ ടീം എന്നാണ് വരിക. ഇവിടെ മറ്റൊന്നോട് ചേരില്ല. ദ മാച്ച് വിൻ ബൈ ദർ ടീം. ബൈ ദർ ടീം എന്നുകൊണ്ട് വിന്ന് അങ്ങനെ വരില്ല. ഹാസ് വൺ ബൈ ദർ ടീം. അപ്പോൾ ബൈ ദർ ടീം ബൈ ദർ ടീം അങ്ങനെ യൂസേജ് ഒന്നും ചേരില്ല. അതുകൊണ്ട് ഹാസ് ബീൻ വൺ ബൈ ദർ ടീം. അതിൻ്റെ അതായത് ആക്റ്റീവ് വോയിസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ദർ ടീം ഹാസ് വൺ ദ മാച്ച്. ദർ ടീം ഹാസ് വൺ ദ മാച്ചാണ്. ദ മാച്ച് ഹാസ് ബീൻ വൺ ബൈ ദർ ടീം എന്ന് ഉത്തരത്തിലേക്ക് എത്തിയത് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ 10th വൺ. ഓഫ് ദി 2 sisters ഗായത്രി ആൻഡ് തീർത്ഥ, ഗായത്രി ഈസ് മോർ ഡാഷ് അട്രാക്റ്റീവ്. ഉത്തരം മോസ്റ്റ് മച്ച് വെരി. ഇവിടെ മോർ അട്രാക്റ്റീവ് ആണ് വരിക. കാരണം ഒന്നിൽ 2 പേരെ താരതമ്യം ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രീസിൻ്റെ ബേസിസ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 2 പേരെ താരതമ്യം ചെയ്യുമ്പോൾ മോർ എന്നുള്ളതാണ്. ഗായത്രി ഈസ് മോർ അട്രാക്റ്റീവ്. മോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നല്ലതെന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. സൂപ്പർലേറ്റീവ് ഡിഗ്രി പ്രയോഗത്തിലാണ് മോസ്റ്റ് എന്ന് വരിക. അപ്പോൾ മോർ അട്രാക്റ്റീവ് എന്ന് പറയുന്നതാണ് ഉത്തരം ശരിയായി വരുന്നത്. പിന്നെ വരുന്നത് 11ാമത്തെ ചോദ്യം. ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് നെവ്യൂ ഈസ്. ആൻസർ സി, നീസ്. അത് പ്രത്യേകിച്ച് പറയേണ്ട, നിങ്ങൾക്കറിയാം. ആൻഡ് നെക്സ്റ്റ് വൺ. ദ അഡ്ജക്റ്റീവ് ഓഫ് പ്ലീസ് ഈസ് ഡാഷ്. അഡ്ജക്റ്റീവ് നമുക്കറിയാം, ഇറ്റ് ഈസ് എ ക്വാളിഫൈസ് ദ നൗൺ. നാമത്തെ വിശേഷിപ്പിക്കുന്ന വേർഡുകളാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്ലീസ് എന്നുള്ള വേർഡ് സന്തോഷിപ്പിക്കുക, തൃപ്തിപ്പെടുത്തുക എന്നൊക്കെ അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ പ്ലീസ് ഈസ് അഡ്ജക്റ്റീവ് ഓഫ് പ്ലീസിൻ്റെ പ്ലസൻറ്റ് എന്നാണ് വരുന്നത്. അതായത് പ്ലസൻറ്റ്നെസ് നൗണാണ് വരിക, പ്ലഷർ നൗണാണ് വരിക, പ്ലസൻ്റ്ലി വരില്ല. അപ്പോൾ പ്ലസൻറ്റ്, ഉദാഹരണത്തിന് പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ എന്നൊക്കെ വരുമ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന നൗണിനെ നമ്മൾ പ്ലസൻറ്റ് എന്ന വേർഡ് ചേർത്തുകൊണ്ടേ നമുക്ക് അവിടെ ചേർത്ത് പോകാൻ പറ്റും. അതുകൊണ്ട് പ്ലസൻറ്റ് ചേരുന്ന വേർഡ് പ്ലസൻറ്റ് തന്നെയാണ് അഡ്ജക്റ്റീവ് വേർഡ്. അതുകൊണ്ട് തന്നെ ഉത്തരം പ്ലസൻറ്റ് തന്നെയാണ്. നെക്സ്റ്റ് വൺ 13th ക്വസ്റ്റ്യൻ വരുന്നത്. ദ സിനോണിം ഓഫ് ക്യൂരിയോസിറ്റി. സിനോണിം ഓഫ് ക്യൂരിയോസിറ്റി ഈസ്. ക്യൂരിയോസിറ്റി ആകാംക്ഷ, അറിയാനുള്ള ആകാംക്ഷയാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ പര്യായമാണ് ചോദിക്കുന്നത്. ആങ്സൈറ്റി ഉത്കണ്ഠയാണ്, ക്ലാരിറ്റി വ്യക്തതയാണ്, ഡിസയർ ആഗ്രഹമാണ്. അപ്പോൾ ഇൻക്വിസിറ്റീവ്നെസ്, അറിയാനുള്ള ജിജ്ഞാസയുള്ള ആഗ്രഹത്തിനാണ് ഇൻക്വിസിറ്റീവ് എന്ന് പറയുന്നത്. അത് ഉത്തരം ഇവിടെ ഇൻക്വിസിറ്റീവാണ്. 14th ക്വസ്റ്റ്യൻ. ദ ആൻറ്റോണിം ഓഫ് ബാർബേറിയൻ ഈസ് ഡാഷ്. ആൻസർ സിവിലൈസ്ഡ്, അൺകൾച്ചേർഡ്, ഫോറിനർ, ഫൂൾ. ബാർബേറിയൻ മീൻസ് അപരിഷ്കൃതൻ എന്നുള്ള അർത്ഥത്തിലാണ്, അപരിഷ്കൃതമായ എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ അൺകൾച്ചേർഡ് അത് തന്നെയാണ്, സിനോണിമാണ് വരുന്നത്. ഫോറിനർ വരില്ല, ഫൂൾ വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വരുന്നത് ഉത്തരം സിവിലൈസ്ഡ് ആണ്. കൾച്ചേർഡ് എന്നുള്ള അർത്ഥത്തിലാണ്, പരിഷ്കൃതർ എന്നുള്ള അർത്ഥത്തിലാണ് സിവിലൈസ്ഡ് എന്ന് വരുന്നത്. അപ്പോൾ 14th ക്വസ്റ്റ്യൻ്റെ ആൻസർ സിവിലൈസ്ഡ് എന്നാണ്, ഓപ്ഷൻ ബി ആണ്. 15th ക്വസ്റ്റ്യൻ. ദ അതോറിറ്റി ടേൺഡ് ഡൗൺ the proposal. The italics phrase means turned down നമുക്കറിയാം റിജക്റ്റഡ് എന്നുള്ളതാണ്. ഫ്രേസൽ വെർബ് കുറേ പഠിക്കാനുണ്ട്. ഗോ ഓൺ, കമ്മിൻ, ഗോ, കോളറ്റ്, കോളോൺ എന്നൊക്കെ പറയുന്ന പോലെ കുറേ ഫ്രേസൽ വേർഡ് പ്രിപ്പോസിഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ അത് സെലക്ട് ലിസ്റ്റ് എടുത്ത് പഠിക്കണം. ടേൺ ഡൗൺ മീൻസ് നിരസിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. ദ അതോറിറ്റി ടേൺ ഡൗൺ ദി പ്രപ്പോസൽ. ദ ഇറ്റാലിക്സ് ഫ്രേസ് മീൻസ് പ്രൊസീഡ് അല്ല, സ്റ്റോപ്പ്ഡ് അല്ല, കണ്ടിന്യൂഡ് അല്ല, റിജക്റ്റഡ് ആണ് ഉത്തരം വരുന്നത്. ഇതോടുകൂടി നിങ്ങൾക്ക് ഈ ഭാഗം തീർക്കുകയാണ്. ഓക്കെ.